ശ്രീജ, ഒരു വലിയ പോലീസ് സംഘമാണ് ഇവിടെ നിൽക്കുന്നത്. ഈ യൂണിഫോം കണ്ടൊന്നും പേടിക്കേണ്ട, ഈ കാക്കിക്കുള്ളിലെ കലാകാരന്മാരാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. ഇപ്പോൾ കലോത്സവ വേദിയിൽ പലരുടെയും മൊബൈലിലൊക്കെയുള്ള റീലുകളൊക്കെ ഇവരാണ്. നമുക്ക് എന്താണ് അവരുടെ ഈ ഇവിടെ ഒരു കലാസംഘം തന്നെ എത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കാം. സാർ ഒന്ന് പരിചയപ്പെടും. എൻ്റെ പേര് ബിനോജ് എന്നാണ്. ഞാൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡായിട്ട് വർക്ക് ചെയ്യുന്നു. ചാവക്കാട് റേഞ്ചിലാണ്. ഞാനിപ്പോൾ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് ഞാനാണ്. വിമുക്തിയുടെ ഒരു കോർഡിനേറ്റർ ഇവിടെ ഉണ്ട്, നമ്മുടെ ഷഫീഖാണ് വിമുക്തിയുടെ ജില്ലാ കോർഡിനേറ്റർ. ഇത് സംഗീതമാണ് ലഹരി എന്നുള്ളൊരു പ്രോഗ്രാമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മറ്റ് മോശമായ ലഹരിയിൽ നിന്ന് എല്ലാവരും മോചിപ്പിച്ചുകൊണ്ട് നല്ല ലഹരിയിലേക്ക്, ഇപ്പോൾ കായികം അതുപോലെ തന്നെ ഒന്ന് തന്നെയാണ് ഈ കല എന്ന രംഗം. ഇതിൽ സംഗീതത്തിനാണ് ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡോപ്പമൈൻ വർദ്ധിപ്പിക്കാനുള്ള സംഗീതം എന്ന ഈ ലഹരി ഉപയോഗിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. ടീമിലുള്ള മറ്റംഗങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തും. ഇത് കണ്ണൻ സാറാണ്, ഞങ്ങളുടെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് തന്നെയാണ്. വൈഷ്ണവ് ഉണ്ട്, ഇവിടെ സനീഷുണ്ട്, ലത്തീഫുണ്ട്, പിന്നെ വിമുക്തി കോർഡിനേറ്റർ, അതുപോലെ ഡോക്ടറുണ്ട്. നമ്മുടെ പരിചയപ്പെടാം. കുട്ടികൾക്ക് ലഹരി ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളെല്ലാവരും ലഹരി മാറ്റി വെക്കുക, കലയാണ് അല്ലെങ്കിൽ സംഗീതമാണ് ലഹരി എന്നതാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഈ ഒരു ക്യാമ്പയിൻ്റെ മോട്ടീവ് തന്നെ. സാർ, ഒരു ഡോക്ടറുണ്ട് നമുക്കൊപ്പം, അദ്ദേഹത്തോട് ചോദിക്കാം. സാർ ഇങ്ങോട്ട് കയറി. നമസ്കാരം, ഞാൻ മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. ഇപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ പുറകിലുള്ള ഒരു മെഡിക്കൽ ഭാഗമാണ്. അതായത് സംഗീതം എന്ന ലഹരി തലച്ചോറിൽ ഒരു ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കൂട്ടിയിട്ടാണ് നമുക്ക് സന്തോഷം തരുന്നത്. സംഗീതം, പാട്ട്, നൃത്തം, സൗഹൃദം എന്താണെങ്കിലും തലച്ചോറിൽ ലഹരി തരണമെങ്കിൽ ഡോപ്പമിൻ വരണം. ഈ ഡോപ്പമിനെയാണ് ഈ മയക്കുമരുന്നും മദ്യവും ഒക്കെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഏറ്റവും വലിയ അപകടം, മദ്യത്തിനും മയക്കുമരുന്നിനും പുറകിൽ പോയാൽ സാധാരണ ജീവിതത്തിലെ സന്തോഷങ്ങൾ, ഇതുപോലെയുള്ള കൂട്ടായ്മകൾ, സംഗീതം, ഇത് ആസ്വദിക്കാനുള്ള കഴിവ് കുറയും. അങ്ങനെ ഒരു വലിയൊരു അപകടം ഈ മയക്കുമരുന്നിൻ്റെയൊക്കെ പുറകിലുണ്ട് എന്ന മെസ്സേജ് പ്രത്യേകിച്ച് കൗമാര പ്രായത്തിലുള്ളവർ, കാരണം ആ പ്രായത്തിലാണ് ഇതിൻ്റെ ലഹരി വസ്തുക്കളുടെ ഇഫക്റ്റ് ഏറ്റവും കൂടുതൽ തലച്ചോറിൽ ഉണ്ടാവുക. ഒരു മെസ്സേജ് തരാനാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനിത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആഗ്രഹം ഈ കാക്കിക്കുള്ളിലെ കലാകാരന്മാരെ കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് എല്ലാവർക്കും ഒരു അത്ഭുതം തന്നെയാണ്. കാരണം ഇവർ ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു യൂണിഫോം ഒക്കെയാണിത്. പക്ഷേ ഇവരിൽ നിന്നും അത്തരത്തിലൊരു കല എത്തുമ്പോൾ നമ്മളെല്ലാവരും അത്തരത്തിലൊരു ആഗ്രഹത്തോടുകൂടി കാത്തിരിക്കുകയാണ്. ഞാൻ കൂടുതൽ എന്തായാലും പറഞ്ഞു കുളവാക്കുന്നില്ല. അവരുടെ ആ ഒരു പാട്ട് പാടുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നു. ആ പാട്ടിലേക്ക് നമുക്ക് പോവായതായാലും. തീർച്ചയായിട്ടും ആദ്യം ബിനോജ് സാറാണ് പാടുന്നത്, അതിലേക്ക് പോകാം. ഓക്കെ, ഞാൻ പവിത്ര എന്ന സിനിമയിലെ ശ്രീരാഗം എന്നുള്ള പാട്ടാണ് പാടാൻ പോകുന്നത്. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ, സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. നിൻ മൗനമോ പൂമാനമായി, നിന്നാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർകന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. Dani da ba ma ba dani da ba ma ga re ga ma ba dani 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 da ba ma ga re ga ma ta da sa re ga ma pa ri ta re ga ma ba ta la sa re ga ma pa dani da ba la dani ga ri ni ni da ma ga re ga ma pa da ma pa dani ga Sani, nida, da bagari, visa, sani, nida, da bagari, visa, sani, nida, da bagari, sani, da pa, re ga ma pa, da ga ma pa da ni.
ഗരി സനി ധരി സാനി ദപ ധനി ദപ ധ രെ ഗമ പദ രെ ഗമ പനി സ രെ ഗമ പ കാല. പാവില പൊൻതളികയിൽ പാൽ പായസ ചോറുണ്ണുവാൻ പിന്നെയും പൂം പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനോ ചെങ്കതളി കൂമ്പിൽ ചെറുതുമ്പിയായി പേരുണ്ണുവാൻ കാറ്റിനോടു നെഞ്ചി ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവാൻ ഇനിയുമീ കൊടികളി കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീരീണതൻ പൊൻ തന്തയിൽ. കോവിലിൽ പുലർവേളയിൽ ജയദേവ ഗീതാലാപം ഏവാനന്ദാമൃത തിരയായി നീരാടി നാം തിളങ്ങി ചോട്ടിൽ ഓർത്താൻ പോകാം ആനകേറാവേട്ടിൽ ഇനി ആയിരത്തിരികൾ തൊടികളിൽ ഇളവിൽ കാണോം നീളതൻ പൊൻതന്തയിൽ സ്നേഹം ഈ പദം തേടും നാം ശ്രീരാഗം തേടുന്നു വീരീണതൻ പൊൻതന്തയിൽ. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല കേട്ടോ. സാറ് സംഗീതം പഠിച്ചിട്ടുണ്ടോ? ആ, ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ട്. കലോത്സവ വേദിയിലെ താരമായിരുന്നു. ഇല്ല, അങ്ങനെയൊന്നും പോയിട്ടില്ല. എന്തായാലും ഞാൻ ശരിക്കും പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് കൂടുതൽ പാടി തുടങ്ങിയത്. ഞാൻ 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ എൻ്റെ സ്കൂളിൽ നല്ലൊരു ഗായകൻ ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ പിന്നെ പാടാൻ പോകാറില്ല. പ്രീ ഡിഗ്രി തൊട്ട് പാടി തുടങ്ങി, ഡിഗ്രി ലെവലിലോട്ടൊക്കെ പാടി തുടങ്ങി. പക്ഷേ ഈ തൃശ്ശൂർ കലോത്സവ വേദിയിലെ താരം തന്നെയാണ് അല്ലെ ശ്രീജ? എന്ത് തോന്നുന്നു? കാരണം ഞങ്ങള് പഴയടത്തിന്റെ അവിടെ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു കേട്ടോ. അപ്പൊ ഒരു പാട്ട് കേട്ടു, ഒരു കാക്കിയും കണ്ടു. അപ്പൊ നോക്കിയപ്പം ഇതേ പുള്ളിക്കാരെ പാടുകയാണ് അവിടെ. അപ്പൊ ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചു എന്ത് അസലായിട്ടാ പാടുന്നതെന്ന്. ഇപ്പൊ എന്തായാലും നേരിട്ട് ആ പാട്ട് കേൾക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അസലായിട്ടാണ് പാടുന്നത്. എന്തായാലും എന്തായാലും വേറെ ഒരു സാർ കൂടെ റെഡിയാണെന്ന് തോന്നുന്നു. അത് കേട്ട ശേഷം വീണ്ടും ഒരു പാട്ട് കേൾക്കാൻ കൊതിയുണ്ട് കേട്ടോ. സാർ ഒരു പാട്ട് കൂടി നോക്കി വെച്ചോളൂ. അത്രേ ഉള്ളൂ പറയാനായിട്ട്. അടുത്തയാള് സാർ പേരെന്ന് പറയാം. എൻ്റെ പേര് കണ്ണൻ, ഞാൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറാണ്. എന്തായാലും പെർഫോമൻസ് നമുക്ക് അടുത്ത പെർഫോമൻസിലോട്ട് പോവാം. ഹലോ
താങ്ക് യു. വൈബ് തന്നെ. അത്രയ്ക്ക് മനോഹരമായിരുന്നു. കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. കാരണം ഈ സംഗീതം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു മരുന്നാണ്. അപ്പോൾ ഈ കൗമാരങ്ങൾ എന്ന് പറയുന്നത് പെട്ടെന്ന് അവരുടെ മനസ്സങ്ങ് മാറും. ആ ഒരു കൗമാരത്തിനെ, അവരെ ആ ലഹരിയിൽ നിന്ന് മുക്തി നേടാനായിട്ട് ഇത്തരത്തിലൊരു ക്യാമ്പയിൻ നടത്തുന്ന അതിൽ പോലീസുകാരായാലും അതുപോലെ തന്നെ എക്സൈസ് ആയാലും വലിയൊരു പങ്ക് ഇന്നത്തെ കാലത്ത് വഹിക്കുന്നുണ്ട്. കുട്ടികളുമായിട്ടൊരു സൗഹൃദപരമായിട്ടുള്ള ബന്ധം അവര് ഇതുപോലെ രണ്ട് സാറുമാരാണെങ്കിൽ പിന്നെ പറയാനേ ഇല്ല. ശ്രീജ, എന്ത് തോന്നി ഇത് കണ്ടിട്ട്? കുട്ടികളെയൊക്കെ ഇവര് ആദ്യമേ കയ്യിലെടുത്തിരുന്നു കേട്ടോ. നമ്മുടെ തൊട്ടു മുന്നത്തെ പവലിയൻ ആയതുകൊണ്ട് നമുക്കറിയാം ഈ അമ്പ് ചെയ്ത് ഉന്നം തെറ്റരുത് ജീവിത ലക്ഷ്യത്തിലേക്കാണെന്ന് പറഞ്ഞിട്ട് അമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ ലഹരിയുടെ ആ ചിന്തയിൽ നിന്നൊക്കെ മാറ്റാനായിട്ട് അവരുടെ പരിശ്രമം എടുത്തു പറയണം കേട്ടോ. അപ്പോൾ അങ്ങനെ അവര് കയ്യിൽ ആദ്യമേ കുട്ടികളെ എടുത്തു. ഈ മത്സരിച്ച് ജയിക്കുന്ന കുട്ടികൾക്ക് സമ്മാനമൊക്കെ നൽകുന്നുണ്ട്. അങ്ങനെ വളരെ അട്രാക്റ്റീവായിട്ട് അവർ ഈ കലോത്സവം മുന്നോട്ട് കൊണ്ടുപോയി. ഒപ്പം തന്നെ പാട്ടുപാടിയും കുട്ടികളെ വലിയവരെയും ഞങ്ങളെ എല്ലാവരും കയ്യിലെടുത്തിരിക്കുകയാണ്. ഈ കാക്കിക്കുള്ളിലെ കലാകാരന്മാർക്ക് വലിയ കയ്യടി അവിടെ നിന്ന് വേണം. എല്ലാവരും കൈയടിക്കണം.